മിസ്റ്റേക്സ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഈ മഴക്കാലത്ത് ചെയ്താൽ എൻ്റെ ഈ അടീനിയം ചെടിയുടെ അവസ്ഥ പോലെ തന്നെയാണ് നിങ്ങളുടെ അടീനിയവും. ആയതിനാൽ ഈ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇപ്പൊ ഒട്ടുമിക്ക ചെടി സ്നേഹികളുടെ കയ്യിലും കാണുന്ന ഒരു ചെടിയാണ് അടീനിയം എന്ന് പറയുന്നത്. എന്നാൽ ആർക്കും തന്നെ അധികമായി ഇതിന്റെ കെയറിങ് അറിയില്ല എന്നതാണ് സത്യം. അടീനിയത്തിനെ ഡെസേർട്ട് റോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് മരുഭൂമികളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. മരുഭൂമിയിൽ കാണുന്ന ചെടി ആയതിനാൽ ഇതിന് ഓവറായി വെള്ളം ആവശ്യമില്ല. അടീനിയം ചെടിയുടെ ഡോർമെൻസി പീരീഡാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. ആയതിനാൽ ഈ സമയത്ത് അധികമായി പൂവോ ഇലകളോ ഒന്നും അടീനിയം ചെടിയിൽ കാണപ്പെടില്ല. ഈ മഴക്കാലത്ത് അടീനിയം ചെടിയുടെ ഇലകൾ പഴുത്തു കൊഴിയുക എന്ന് പറയുന്നത് സാധാരണ കാര്യമാണ്. ആയതിനാൽ അതിനെ കുറിച്ചൊന്നും ഓർത്തിട്ട് ആരും പരിഭ്രാന്തരാകേണ്ടതില്ല. അധികമായി വെള്ളം ആവശ്യമില്ലാത്ത ചെടി ആയതിനാൽ ഈ മഴയത്ത് അടീനിയം ചെടി വെക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിച്ചു തരാം. ഈ മഴക്കാലത്ത് റെയറായി ചില അടീനിയങ്ങളിൽ പുതിയ മൊട്ടുകളോ പൂക്കളോ എല്ലാം ഉണ്ടാകാം. മൊട്ടുകളെല്ലാം തന്നെ വിരിയണമെന്ന് ഉറപ്പില്ല. മൊട്ടുകൾ ഈ മഴയത്തെല്ലാം കൊഴിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ്. ഇനി ഈ മഴക്കാലത്ത് അടീനിയം ചെടി നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ചട്ടിയിൽ വീണ് കിടക്കുന്ന ഇലകളെല്ലാം നീക്കം ചെയ്യുക. അതുകൂടാതെ ചില ഇലകളെല്ലാം കൊഴിയാത്ത അവസ്ഥയിൽ പഴുത്ത് കിടക്കുന്നുണ്ടാകും. അതെല്ലാം നമ്മൾ കൈകൊണ്ട് പറിച്ച് നീക്കം ചെയ്യുകയാണ് വേണ്ടത്. ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതിൽ നിന്ന് തടയുന്നതിനായി ഫംഗിസൈഡോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ അടീനിയം ചെടി കണ്ടോ, ഇതിലെ ഒരു ഇല പഴുത്ത് നിലത്ത് വീണ് കിടക്കുന്നു. ഇത് ആ ചട്ടിയിൽ തന്നെ നമ്മൾ വെച്ചേച്ച് നിന്ന് ഫംഗൽ ഇൻഫെക്ഷന് കാരണമായേക്കാം. അടീനിയം ചെടി റീപോർട്ടിംഗ് ചെയ്യാനോ പ്രൂണിംഗ് ചെയ്യാനോ പറ്റിയ ഒരു നല്ല സമയമല്ല ഈ മഴക്കാലം. ചെടിയെ മഴയിൽ നിന്നും ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നതാണ് നമ്മൾ ഈ മഴക്കാലത്ത് ചെയ്യേണ്ടത്. മഴക്കാലമായതിനാൽ അന്തരീക്ഷത്തിലെല്ലാം നല്ല ഈർപ്പം നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് നമ്മൾ പ്രൂണിംഗ് ചെയ്താൽ ആ ഈർപ്പമെല്ലാം പ്രൂണിംഗ് ചെയ്ത ഭാഗത്ത് തട്ടി ആ ഭാഗം ചീഞ്ഞു തുടങ്ങാൻ സാധ്യതയുണ്ട്. മഴയായതിനാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടീനിയം ചെടിയുടെ കോഡക്സ് നെങ്ങുന്നുണ്ടോ എന്ന് നോക്കണം. കോഡക്സ് ഒരുപാടായി നെങ്ങുന്നുണ്ടെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷന് കാരണമായേക്കാം. ഫംഗസിന്റെ അറ്റാക്ക് മൂലമാകും കോഡക്സ് അങ്ങനെ നെങ്ങുന്നത്. എന്റെ ഈ അടീനിയം ചെടി കണ്ടോ, നല്ല ഹെൽത്തി ആയി കോഡക്സ് ഒക്കെ വന്ന ഒരു നല്ല അടീനിയമായിരുന്നു. എന്നാൽ മഴ ഒരുപാട് കൊണ്ടതിനാൽ അതിന്റെ അവസ്ഥ ഇതേപോലെയായി. ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ആ അടീനിയം ചെടിയുടെ കോഡക്സ് മൊത്തം പോയി. കോഡക്സ് മൊത്തത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻ ബാധിച്ചു. കോഡക്സിന് മുമ്പുള്ള 2 ബ്രാഞ്ച് മാത്രം ബാക്കിയായി. ഞാനപ്പോ ആ കോഡക്സിന്റെ റീജിയൻ മൊത്തത്തിൽ കട്ട് ചെയ്തു. കാരണം മൊത്തത്തിൽ ആ ഫംഗൽ ഇൻഫെക്ഷൻ ബാധിച്ചിരുന്നു. മിസ്റ്റേക്സ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. എന്തായാലും ഞാനിത് മഞ്ഞൾപ്പൊടി അപ്ലൈ ചെയ്തിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടി കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്തേക്കണേ.